ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ബ്ലാക്ക് റൈസാണിത്. ഇനി മറ്റൊരു പേര് കറുപ്പ് ഗൗനി അരി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 7-8 മണിക്കൂർ കുതിർത്ത ശേഷമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ചെയ്യുമ്പോഴും ഇത് ഒരു പിടി ചേർത്ത് അരച്ചെടുക്കാം. അതുപോലെ കഞ്ഞിയായിട്ടും പായസമായിട്ടൊക്കെ വെച്ച് എടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അരിയാണിത്. ഞാനിന്ന് ഇത് കൊണ്ടുള്ളൊരു സ്വീറ്റാണ് ചെയ്യുന്നത്. ഇതൊരു 100 ഗ്രാം ബ്ലാക്ക് റൈസ് ഞാനൊരു 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതൊരു 50 ഗ്രാം കപ്പലണ്ടിയാണ്. ഇതിൻ്റെ തോലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് റൈസും അതിനോടൊപ്പം കുറച്ച് ഏലക്കായും കപ്പലണ്ടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കറുപ്പ് അരിയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാക്കി അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ വളരെ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇച്ചിരി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയം തിക്കാവും തോറും കുറച്ചായിട്ട് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ റൈസൊക്കെ ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ഈ സമയം നോക്കി ഞാനിപ്പോൾ ഒരു 50 ഗ്രാം ശർക്കര ഉരുക്കിയതാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഒരു 3-4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ തന്നെ. അപ്പോൾ അരിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാണ് എടുക്കേണ്ടത്. ഞാനിതിൽ ഒരു 75 ഗ്രാം നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനോടൊപ്പം കുറച്ച് കാഷ്നട്ടും കപ്പലണ്ടിയും കട്ട് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മറ്റൊരു ട്രേയിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള സ്വീറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.